ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു തായ്ലാൻഡ് വീഡിയോസ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇത് അമ്മ അച്ഛൻ്റെ റൂം, ഇത് അവിടെ ഉള്ളതാണ് ഞങ്ങളുടെ റൂം. വേദയും ഏട്ടനും സുഖം ഉറക്കം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയത്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു കുളിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് സെറ്റായി. ഏട്ടനും വേറെ നല്ല ഉറക്കം. ഇനി വൈകുന്നേരം ഒരു കുഞ്ഞ് പരിപാടിയിലുണ്ട്, എന്തോ ഒരു ഷോ, അത് കാണാൻ പോകണം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നല്ല ഐസിട്ട് കോൾഡ് കോഫി കുടിച്ചിട്ട് മൂക്കൊക്കെ അടങ്ങി കേട്ടോ. എനിക്ക് വിഷമം, ഞാൻ എൻ്റെ ടേസ്റ്റിങ്ങാനും പോയാൽ ഫുൾ തായ്ലൻഡ് ട്രിപ്പ് പൊളിയും. ഞാനും ഒരു 4 മണി വരെയൊക്കെ കിടന്നുറങ്ങി. 2 മണിക്കൂർ ഞാൻ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഉറക്കം വരുന്നില്ല. പിന്നെ കുളിച്ച് ഫ്രഷായി കുറച്ച് വീഡിയോ ഒക്കെ കുറേശ്ശെ എഡിറ്റ് ചെയ്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജലദോഷം കൂടിയിട്ട് തൊണ്ടയൊക്കെ വല്ലാതെ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ കൂടെ ചോദിച്ച് ചായ അടിക്കാൻ പോകാൻ പോകുന്ന വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പോവാം. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിറയെ ഒരു ഷോപ്പും കാര്യങ്ങളും ഒരു സ്ട്രീറ്റൊക്കെ പോലെ നല്ല രസമുണ്ട് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ അറിയാം എന്താ സംഭവം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ റൂം ഇരിക്കുന്ന സ്ഥലം. ഞാനും അച്ഛനും കൂടെ അങ്ങോട്ട് ചായ കുടിക്കാൻ പോകണം. അങ്ങനെ ഏട്ടനെ ഉണർത്തി ഞാൻ അങ്ങോട്ട് പോവേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നു. എങ്ങനെയുണ്ട് തായ്ലൻഡ്? സൂപ്പർ, അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. നല്ല യാത്രയുമായിരുന്നു, ഇഷ്ടമായി. അച്ഛൻ ചായ കുടിക്കാൻ പോകാൻ റെഡി ആവേണം കേട്ടോ. ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സ്. ഞാനിന്ന് പെട്ടി തുറന്നപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇല്ല കേട്ടോ. മീൻസ് രാവിലെയും വൈകിട്ടും കൂടെ ഒക്കെ ഇടാൻ കണക്കാക്കി എടുത്തൊക്കെ വെച്ച്, പക്ഷേ എൻ്റെ പാൻസ് ഇല്ല, ഷോർട്സ് ഇല്ല. ഞാൻ എന്തൊക്കെ ഇടുന്നത് ഇനി കഴുകിയിട്ട് വേണം അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാൻ. യെസ്, അതൊരു നല്ല ഐഡിയ ആണ്. പക്ഷെ എങ്ങനെ കൊണ്ടുപോകും? ഇപ്പം തന്നെ പെട്ടിയിട്ടുണ്ട് 8 കിലോ. വേറെ സാധനങ്ങൾ ജീൻസ് ഒക്കെ ഭയങ്കര വെയിറ്റ് അല്ലേ കേട്ടോ. നമ്മുടെ ഹോട്ടൽ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവിടെ കാണുന്നതാണ് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതായത് ഇവിടെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയത്. ഈ സൈഡിൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിറയെ കടകളും റെസ്റ്റോറൻറ്റ്സും ഒരു പക്ക ടൂറിസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. വേദ വന്നോടനെ അമ്മ ഫ്രണ്ടിൽ തന്നെ ബ്രോസ്റ്റഡ് KFC ഉണ്ട് അമ്മ. വേദ ഫുൾ ഹാപ്പി ആട്ടോ. അമ്മയ്ക്ക് ചായ ഒന്നും പറ്റൂല. മലേഷ്യയിലെ ചായ ദാരിദ്ര്യമായിരുന്നു എനിക്ക് തോന്നുന്നത്. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതായതുകൊണ്ട് മേ ബി ഇന്ത്യൻസൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ കണ്ടു. സോ ചായ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കാം, നോക്കാം. അതെല്ലാം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നത്. അടിപൊളി ആഹാരം. ഇവിടെ ലിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാറിപ്പോ വണ്ടി കാറ് പറഞ്ഞു. അത് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കോഫി പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അറിയാം എങ്ങനെയാണ് കോഫി. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. മലേഷ്യക്കാട്ടി ചായ കോഫി ഫുഡിന് സൂപ്പറാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ സൂപ്പ് പോലെ 1/2 അങ്ങനെ എടുക്കാൻ പറ്റും. നോർമൽ ഒരു കോഫി 70 ബാത്ത്, 1/2 ആണെങ്കിൽ 80 ബാത്ത്. അച്ഛന് ഷുഗർ വേണ്ട, എനിക്ക് ഷുഗർ വേണം, അപ്പോൾ സെപ്പറേറ്റ് ആണ് ഷുഗർ എന്ന് പറഞ്ഞു. ടീ ആണെങ്കിലും 1/2 ആയിട്ട് എടുക്കാം. അപ്പോൾ നല്ല ഒരു ചോയ്സ്. എക്സ്ട്രാ 10 റുപ്പീസ് കൂടെ കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ നാട്ടിൽ ചായക്ക് 10 രൂപ, ഇവിടെ 80 ബാത്ത് എന്ന് പറയുമ്പോൾ 160. ചീമയ്ക്കും സച്ചിനും വാങ്ങിയ ഡ്രസ്സ് ഞാൻ ഇവിടുത്തെ 700 ബാത്ത് കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1800 രൂപയായിരുന്നു. നമ്മുടെ ഇന്ത്യൻ റുപ്പി 1800. മമ്മിയെ കൊണ്ടേ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല. യെസ്, നമ്മുടെ കോഫി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. 1/2 ധാരാളം. ഷുഗർ ആട്ടോ അത്. വേണോ മധുരം വേണോ? ഒരെണ്ണം വേണേൽ പൊട്ടിച്ചിട്ട്. കോഫിക്ക് ഷുഗർ ഇല്ലെങ്കിൽ കൊള്ളൂല. ഒരു ഷുഗർ കൂടി പോകുമോ? എനിക്ക് കൂടിയില്ല. അപ്പോൾ അവൻ്റെ വേദയ്ക്കാണ് ഇതൊക്കെ ഇഷ്ടം കേട്ടോ. സത്യം ആ അച്ചി അവൾ കെയർ ചെയ്യണത്. വേദയ്ക്കേ ഇതൊന്നും വലിയ കൊള്ളാമോ കോഫി? കോഫി കൊള്ളാം. ഇവിടുത്തെ കോഫി പൗഡറിൻ്റെ ഇതാണ്.
അങ്ങോട്ടെ മുൻപോട് കുടിച്ചിരുന്നത്. ചായ അപ്പം നല്ലതായിരിക്കും. അച്ഛനും ഇഷ്ടമായിട്ടോ കോഫി. സാധാരണ അച്ഛൻ ഈ വക സാധനങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. ഉച്ചത്തെ ഫുഡ് കൊള്ളായിരുന്നോ? ഉച്ചത്തെ ഫുഡ് വന്നിട്ട് മൊത്തം മൈക്കില്ല, കേൾക്കൂല. കശുവണ്ടി, പിന്നെ ചിക്കൻ, പിന്നെ മറ്റേ കുമ്പിള്, അതിൻ്റെ പേരെന്താണ്, ഒരു ബിയർ, കുമ്പിള്, പിന്നെ ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ഞാൻ ചായ കുടിച്ചിട്ട് വന്നപ്പോൾ വേദക്കുട്ടി നീ ഉണന്നു. ഞാൻ ബെല്ലടിച്ചപ്പോൾ വേദ ഉണന്നു. എണീക്കാൻ പറഞ്ഞപ്പോൾ കള്ളി ഉറക്കത്തിൻ്റെ ഇതിൽ വേദ ഉറക്കത്തിലൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ട് പറയണേ. കാരണം പാവൻ്റെ കൊച്ചു ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. സുഖമായിട്ട് രണ്ടുപേരും ഉറങ്ങി. ഞാൻ 4 മണിയായപ്പോൾ ഞാൻ എണീറ്റ്. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞു, ചായ കുടിയെല്ലാം കഴിഞ്ഞു. ചായ കുടി ഞാനും അച്ഛനും മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. നമ്മുടെ പാക്കേജിൻ്റെ ഇതനുസരിച്ചിട്ട് ഇപ്പോൾ ഈവനിങ് ഒരു ഷോ ഉണ്ട്. അൽക്കസാർ ഷോ എന്നാണ് ആ ഒരു ഷോയുടെ പേര്. അവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രോഗ്രാമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. പ്രോഗ്രാം മീൻസ് ഒരു ഷോ ആട്ടോ. അത് ഫുൾ ട്രാൻസ്ജെൻഡേഴ്സാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും അതിന് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പിൽ ടൈമും ഡ്രൈവർ ഡീറ്റെയിൽസും വരും. അപ്പോൾ രാവിലെ വരുന്ന ഡ്രൈവറല്ല വൈകുന്നേരം വരുന്നത്. ഓരോ സമയവും ഓരോ ആളാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഡീറ്റെയിൽ അയച്ചു തരും. നമ്മൾ താഴേക്ക് ഇറങ്ങും. ആ വണ്ടി നമ്പർ ചെക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ഉണ്ടാവും. അങ്ങോട്ടേക്ക് പോകും. ആ വണ്ടിയിൽ കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ എന്തായാലും ഡ്രൈവർ വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇവിടേക്ക് ഒന്ന് കാണാമെന്ന് കരുതിയിട്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ അത്ര നേരത്തെ ഒരു 10-15 മിനിറ്റ് നേരത്തെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഏതാണെന്നൊക്കെയുള്ള. പട്ടായ വന്നിട്ട് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് പട്ടായ എന്നൊക്കെ ഒന്ന് നോക്കാമെന്നിരുന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. നമുക്ക് ഇപ്പോൾ കാറ് വരും. 8 o'clock ഒരു ഷോ ഇവിടെ എന്തോ ഒരു ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയാറും കൂടത്തിലല്ലേ ഞാനിങ്ങനെ കാണിച്ചത്. എന്തോ ഒരു ഷോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. 7:30 കാറ് വരത്തുള്ളൂ. റൂമിൽ AC ഒക്കെ ഇട്ടിട്ടേ എനിക്ക് ഇങ്ങനെ കോൾഡ് പോലെയൊക്കെ. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും താഴെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. 7 o'clock ആയി. ഇതൊരു ഹാഫ് ആൻ അവറുടെ ഉള്ളൂ. പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് നമുക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് പോയല്ലോ. ഇത് പട്ടായയാണ് നമ്മളുള്ളത്. അത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇത് പട്ടായ കേട്ടോ. ബാങ്കോക്ക് പട്ടായ 2 ദിവസം, ബാങ്കോക്ക് 2 ദിവസം, അങ്ങനെയാണേ. റെസ്റ്റോറൻറ്റ്. വേദ ഇപ്പോൾ ഒരു തായ് ഗേളായി. ആക്ച്വലി തായ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് ലൈഫാണ് കൂടുതലും. എന്തോ കാരൊക്കെയാടേ. വാ നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് റൂമിൻ്റെ അങ്ങോട്ട് പോവാം. നമുക്ക് തായ് മസാജ് സെൻ്ററാണ് കേട്ടോ. സി റിലാക്സ് തോന്നണം. എനിക്കൊന്ന് മസാജ് ചെയ്യണം. നെല്ലിക്ക വാ. ചൂടുണ്ട് കേട്ടോ. പുറത്ത് നല്ല ചൂട്. അനകത്തിരുന്നപ്പോൾ പറഞ്ഞില്ല. ട്രോളിയൊക്കെ നോക്ക്. കൊള്ളാല്ലേ. ഈ മയക്ക് വെച്ചില്ലല്ലോ. ഒരു മയക്ക് നീ കൂടെ വയ്ക്കാമല്ലോ. നമ്മളിന്നിപ്പോൾ പോകുന്നത് ഫുഡ് സ്ട്രീറ്റിലൊന്നും അല്ല. ഒരു ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ടുക് ടുക് എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ നമ്മുടെ ഓട്ടോയൊക്കെ പോലെ ഉള്ളൊരു വാനാണ്. ടുക് ടുക് എന്നാണ് ഇതിൻ്റെ. ഇതല്ലല്ലേ ടുക് ടുക്. ഇത് ടുക് ടുക് അല്ല, സോറി. ടുക് ടുക് ഓട്ടോ പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം കണ്ടില്ലല്ലോ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടതാ കേട്ടോ. ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഇനി നമുക്ക് നാളെ എങ്ങാനും വന്ന് ഇവിടെയൊക്കെ കാണാം. നാളെ നമ്മൾ ഈവനിങ് ഫ്രീ ആണ്. നാളെ അല്ല, നാളെ നമുക്ക് ഈവനിങ് ഫ്രീ ആണ്. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഫുഡ് സ്ട്രീറ്റ് പോകണം. നേരെ ഇരിക്കുന്ന ലുലു മോളാണെങ്കിൽ ഒരു മോളാണ്. പുഴുവിനെ കഴിക്കണം. KFC ഒക്കെ ഉണ്ട്. ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ വേദ KFC എന്ന് പറഞ്ഞ വേദ. അങ്ങനെ ഇവിടെയൊക്കെ മറ്റേ ടൂറിസ്റ്റുകളാണ് കേട്ടോ. പാക്കേജിലൊക്കെ വരുന്ന ഫുൾ ബസ്സാണ്. എവിടെ പോയാലും ഇതുപോലുള്ള ബസ്സുകളാണ് കൂടുതൽ. ഇതേ നമുക്ക് കാറ് വന്നിട്ടുണ്ട്. രാവിലത്തെ ആളല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇവിടെ അങ്ങനെയാണെന്ന് കേട്ടോ. ആ രാവിലെ എയർപോർട്ടിൽ നിന്ന് ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരാളായിരിക്കും നമ്മുടെ ഗൈഡ് എന്ന് പറഞ്ഞു. ഈ പുള്ളിക്ക് പിന്നെയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോയിലേക്ക് പോവുകയാണ്.
ഈ കാറിൽ കയറിയാൽ ഇവരുടെ എല്ലാ കാറിലും 2 സൈഡിലും കേർട്ടനൊക്കെ ഇട്ട് വെച്ചിരിക്കും കേട്ടോ. ഒന്നും മതി വിശാലമായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, എങ്കിലും ഒരു നിഴൽ പോലെയൊക്കെ നമ്മുടെ പട്ടായ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിറയെ മസാജിങ് സെൻ്ററാണ്. 2 സൈഡിൽ നോക്കിയാലും നിറയെ ലേഡീസ് ആണോ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ, ഇവിടെ കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നാണ് അറിവ്. അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മളൊക്കെ വിളിക്കുന്നത് കാണാം. മസാജിങ് കേട്ടോ, എടുത്ത് പറയണോ അത്. ഇതാണ് ആ ഷോയുടെ പേരെന്താ നീ അപ്പം നോക്കിയിട്ട് പറയാതെ. അൽകാസാർ ഷോ. ഇത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഷോ ആണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നല്ല രസമുണ്ട്. എന്തായാലും നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാടാ വാ വാ. സിനിമ wait ചെയ്യാൻ ഫ്രണ്ടിലൊക്കെ ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ. 1 hour ഷോയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്പെഷ്യൽ ഷോയാണ്. 7:50 ഡോർ ഓപ്പൺ ആവത്തുള്ളൂ. ഇപ്പോൾ എന്തോ ഓൾറെഡി ഷോ നടക്കാൻ പോകുന്നു കേട്ടോ. 8 PM 7:50. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ തായ്ലാൻഡിൽ കൂടുതലും ട്രാൻസ് ആണുള്ളത്. സ്ത്രീകളെ തോൽപ്പിക്കുന്ന സൗന്ദര്യത്തിൽ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മൾ സ്ത്രീകളെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരും സ്ത്രീകളാവണമെന്നില്ല. സ്ത്രീകളെക്കാട്ടി സൗന്ദര്യത്തിൽ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ട്രാൻസ്ജെൻഡേഴ്സും ആവാം, നമുക്കറിയില്ല. നമ്മൾ സ്ത്രീകളെന്ന് കരുതും, പക്ഷെ അവർ ട്രാൻസ് ആയിരിക്കാം എന്നൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. നമ്മൾ ശരിയല്ലാത്ത കാര്യം ഇങ്ങനെ തർക്കിച്ച് അങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നതല്ലേ ബെറ്റർ. എനിക്ക് ഇങ്ങനെ കിട്ടിയൊരു അറിവാണ് എന്ന് മാത്രം, അല്ലേ? പക്ഷേ എന്തായാലും കുറച്ച് പേരൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി കൂടുതൽ പേരെ ഇവിടെ കണ്ടു. ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ ഹോട്ടൽ റിസപ്ഷനിലൊക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അല്ലാത്തവരും ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവരും ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നവരും ഉണ്ട്. കണ്ടോ, നമ്മൾ സ്പെക്സൊക്കെ ഇങ്ങനെ കളങ്ങി പോവാതെ ഇങ്ങനെ ഇടൂല, അതുപോലെ മാസ്കും കളങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഒരിത് കെട്ടിയിരിക്കുക കേട്ടോ. 7:50 ഡോർ ഓപ്പൺ ചെയ്യും. 8 o'clock 7:30 ആയതേ ഉള്ളൂ, പക്ഷെ സമയമായപ്പോൾ നല്ല തിരക്കുണ്ട്. 8 o'clock ഷോ തുടങ്ങും. ഇതിന്റെ കണക്കിന് തിരക്ക് കണ്ടോ ഗായ്സ്? എന്ത് കാണാനാണ് പോണത്? അൽകാസാർ ഷോ. എന്താണ് ഷോ? ട്രാൻസ്ജെൻഡർ ഷോ ആണോ തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോ എന്ന് പറയുന്നത് അഡൽട്സ് ഉള്ളി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു. പക്ഷേ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും വച്ചിട്ടില്ല, അഡൽട്സ് ഉള്ളി എന്നൊന്നും ബോർഡ് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഇനി വേറെ കാണാൻ സമ്മതിക്കുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിറയെ കുഞ്ഞു കുട്ടികളൊക്കെ നിൽപ്പുണ്ട്, കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് ഉള്ളത്. അപ്പോൾ 7:50 ആയപ്പോൾ കറക്റ്റ് അവർ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് വിടുകയാണ്. ഓരോ ബോട്ടിലെ വെള്ളമെല്ലാം അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നിട്ടുണ്ട്. ആ വെള്ളമെല്ലാം വാങ്ങി നേരെ നമ്മളൊരു തിയേറ്റർ പോലൊരു അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ചെന്നപാടെ തന്നെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ അഡൾട്ട്സ് ഉള്ളി ആയിരുന്നെങ്കിൽ കുട്ടികളെ കയറ്റില്ലായിരുന്നല്ലോ, എന്തെങ്കിലും ഒരു ബോർഡെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടാവില്ലേ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തായ്ലൻഡിൽ നിന്ന് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സെക്സ് ആണ് കൂടുതലും എന്നാണ്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഞാൻ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതിന് വേണ്ടി വരുന്നവർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷേ നമ്മളെ ആരെയും പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് ഒരു തെറ്റായ ഒരു ധാരണ മാത്രമാണ് തായ്ലൻഡിനെ പറ്റിയിട്ട്. ഒരു നല്ലൊരു കൺട്രി തന്നെയാണ്, പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വന്ന അത്രയും ഗുമ്മില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരിതുപോലുള്ള ഒരുപാട് ഷോകളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ആ കൺട്രിയിൽ സ്പെഷ്യലായിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇവിടെ മെയിനായിട്ടും നൈറ്റ് ലൈഫാണ് കൂടുതലും. അത്രയേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. ഞാനീ പറയുമ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഞാൻ യാത്രയൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ക്ഷീണത്തിലിരുന്നാണ് ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് നാക്ക് കുഴഞ്ഞതുപോലെയൊക്കെ തോന്നും കേട്ടോ. ഒത്തിരി ക്ഷീണത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഒന്ന് ക്ഷമിക്കുക. ഞാൻ പിന്നീട് പതിയെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 8 o'clock ആയപ്പോൾ തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർട്ടനെല്ലാം ഓപ്പൺ ചെയ്തു. നല്ല എക്സൈറ്റ്മെൻറ്റോടെ ഇരിക്കുകയാണ്, കാരണം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഷോ എന്ന് ഒരു 90% ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലായിടത്തും നിന്ന് കിട്ടിയ ന്യൂസിലും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഷോ എന്നാണ് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അവിടെ വന്ന ഓരോ
ഡാൻസ് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുന്ന ഓരോ വ്യക്തികളെ കണ്ടിട്ട് അത് ട്രാൻസ് ആണോ എന്നൊരു സംശയം നമുക്ക് തോന്നിക്കും കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസാണ് ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അവരുടെ ഒരു സ്റ്റൈലായാലും ഒരിക്കലും ഒരു ട്രാൻസ് ആണെന്ന് പറയില്ല. അത്രയ്ക്ക് രസമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അറേഞ്ച്മെൻറ്റോട് കൂടി ഒരിടത്ത് പോലും ഒരു പാളിച്ച പറ്റാണ്ട് ലൈറ്റിംഗ് ആയാലും അവരുടെ സെറ്റായാലും അവരുടെ കോസ്റ്റ്യൂം ആയാലും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ടൈമിങ്ങോട് കൂടി ഒരു പെർഫെക്ഷനോട് എന്താണ് പറയേണ്ടത് 100% പെർഫെക്ഷനോട് കൂടി നേരത്തെ പറഞ്ഞ പോലെ ഒരു പാളിച്ച പോലും പറ്റാണ്ട് അവരത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ദിവസവും ചെയ്യുന്ന ഓരോ കാര്യമാണ്. എത്രയോ വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യം. ഒരിക്കലും അവർക്കാർക്കും തെറ്റ് വരില്ല. അതുകൊണ്ട് നമുക്കത് കാണുമ്പോഴും ഭയങ്കര ഒരു പ്രത്യേക ഫീലുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ അടൽസുള്ളി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിലങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ആദ്യത്തെ 10-15 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അവർ ഫോണിൽ റെക്കോർഡ് ചെയ്യാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അല്ലാതെ വേറൊരു ഇതൊന്നും കണ്ടില്ല. അവരുടെയൊക്കെ വസ്ത്രത്തിനെ കുറിച്ച് ഇറക്കം കുറവുണ്ടായിരുന്നു എന്നല്ലാണ്ട് ഇതിലൊരു വേറെ വൃത്തികേടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലുള്ള ഡാൻസസ് അവർ പെർഫോം ചെയ്യുന്നു എന്നല്ലാണ്ട് അതിൽ കൂടുതൽ ഞാനൊന്നും കണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു ഷോ ആയിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ വേറൊരു ലേഡി വന്നിട്ട് ഒരൊറ്റ ലേഡി, ഒരു തടിയുള്ളൊരു ലേഡി വന്നിട്ട് കുറച്ച് എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരൊറ്റ ഒരു ഇത് മാത്രം ഒരു അഡൽട്ട് ഉള്ളി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവരിങ്ങനെ സ്റ്റേജിലൊക്കെ ഇറങ്ങി വന്നിട്ട് കെട്ടിപ്പിടിക്കുകയും എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് കുഴപ്പമില്ല, അവരൊരു കോമഡിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ കുട്ടികളൊക്കെ നല്ല കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പോൾ അതൊരു വൃത്തികേട് തന്നെയാണ്. അത്രമാത്രമേ അതിലൊരു ആ ഷോയിൽ എനിക്കൊരു വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാനിതിൽ എവിടെയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ കാണിച്ചേക്കാവേ. ബാക്കിയൊക്കെ നോക്കി നല്ല രസമായിട്ട് അവർ സെറ്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ട് ആ ലൈറ്റിംഗ് ആയാലും അവരുടെ കോസ്റ്റ്യൂം ആയാലും നമ്മളിത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ. അത്രയും ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ലേഡി മാത്രം ഒരു 2-3 മിനിറ്റ് അവരുടെ ഒരു സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ട്രാൻസ് ആട്ടോ. അവരുടെ ആ ബ്രസ്റ്റ് എല്ലാം ഒറിജിനലാണ്. അത് പിന്നീട് ഞങ്ങൾ ഈ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ ശേഷം ഇവർ പുറകിൽ ഫോട്ടോ എടുക്കാൻ വരും, അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ പറഞ്ഞ് ഇവർ അനൗൺസ് ചെയ്തായിരുന്നു. അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ട്രാൻസ് ആണ് എല്ലാവരും. നല്ല ഷോ ആയിരുന്നു കേട്ടോ. നല്ല ഇവിടെ ഒരു ഫോട്ടോ സെഷൻ വരുവാടാ. ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നാണ് തോന്നുന്നത് അല്ലേ? ഇത് 7-Eleven കയറി പോവാം. ഇവിടെ എവിടെയോ അവർ ഫോട്ടോ സെഷനൊക്കെ വരും. വേദയ്ക്ക് 7-Eleven കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവുകയാണേ. ഇവിടെ തണുപ്പുള്ളതൊന്നും വാങ്ങിക്കണ്ടേ, എനിക്ക് ജലദോഷം എനിക്ക് കോൾഡ് പിടിച്ചു ഗൈസ്. അവർക്ക് കൊടുക്കാം. ദൈവമേ ടേസ്റ്റ് പോകരുതേ, നാളെ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് അടുത്ത ലൈഫ് ഫുഡ്സ്. വേദ എന്തൊന്നും എടുക്കാൻ പോയടാ? സ്ലർപ്പിയ അത് അവക്ക് കഴിക്കാൻ പറ്റൂല. എന്തോ വാങ്ങാമെന്ന് പറ, എന്തോന്ന് പറ. അത് കേക്കാണോ? എന്തോന്നാണ്? സ്വീറ്റ് ആണ്. മോച്ചി നമ്മളെ മറ്റേ ക്രീം ബണ്ണില്ലേ, ഇത് മറ്റേതാണോ? ഇത് വേണോ? ഇത് വേണോ? ഒരു മിനിറ്റ്. മറ്റേ റൈസ് ഇത് മതിപ്പോൾ നമുക്ക് വേറെ വാങ്ങിക്കാം. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴേ ഷോ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് ഇവർ പറഞ്ഞെന്ന് എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. അവരുമായിട്ട് ഫോട്ടോസ് എടുക്കാമെന്നോ, ഫോട്ടോസ് എടുക്കുന്നതിന് പേയ്മെൻ്റ് ഉണ്ടാവും കേട്ടോ. നൈസ്. നമ്മളൊക്കെ എടുത്ത് കണക്ട് ചെയ്താൽ തോന്നുന്നു. വാവ്. ഉണ്ടാക്കിയാലും മറ്റേ Xin chào. Có
one more. ഈ ഷോയുടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ട്രാൻസ് ആണ് എന്ന്. അതുപോലെ ഒരു ആൾ വന്നിട്ട് പകുതി ബോയിയായിട്ടും പകുതി ഗേളായിട്ടും ഒക്കെ ഉള്ളൊരു പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ അടുത്ത് ഏതോ സിനിമയിൽ പറയും പോലെ നമ്മളെയൊക്കെ അടുത്ത് ഏതോ തോട്ടിലിടാൻ തോന്നിട്ട് അമ്മാതിരി ഫീൽ. അത്രയ്ക്കും നന്നായിട്ടാണ് അവർ നിൽക്കുന്നതും കാണുന്നതും. കണ്ടാൽ ട്രാൻസ് ആണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ അവരിങ്ങനെ കൈയാട്ടി വിളിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്, നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു ലേഡിയാണ് അവിടെ പെർഫോം ചെയ്തത് കേട്ടോ. ഞാൻ സിംഗിൾ സോളോ ഒരു പെർഫോം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ലേഡിയാണ് ഈ ലേഡി. അങ്ങനെ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 100 ബാത്ത് കൊടുത്താലല്ലാതെ അവർ നമ്മൾ ഇവിടെ നിന്ന് വിടത്തില്ല. ഫോട്ടോ എടുക്കണമെങ്കിൽ അവർക്ക് പൈസ തന്നെ കൊടുക്കണം. അങ്ങനെ ഒരു വലിയൊരു അബദ്ധം പറ്റിയിട്ട് നമ്മുടെ 100 ബാത്ത് കൊടുത്ത് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു ആവശ്യവുമില്ലാണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് ഫോട്ടോ എടുക്കണ്ടെന്ന്. അപ്പോൾ വേദയ്ക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചുമ്മാതെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പോയി നിന്നതാണ് ഗൈസ്. അപ്പോഴാണ് അവർ പറയുന്നത് 100 ബാത്ത് വേണമെന്ന്. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ശേഷമാണ് അവർ ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് തന്നത്. അങ്ങനെ 100 ബാത്ത് തേഞ്ഞു ഗൈസ്. 100 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി ഒരു ഓൾമോസ്റ്റ് 200-250 സംതിങ് വരും കേട്ടോ. പിന്നെ ഇവിടുത്തെ 100 ബാത്തും 1000 ബാത്തും ഒക്കെ ഒരുപോലെ ഇരിക്കും. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് 2000 ബാത്ത് എവിടെയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊന്നതേ ഈ ലേഡിക്കായിരിക്കും, ഈ ട്രാൻസ്ജെൻഡർ ലേഡിക്കായിരിക്കും ആ ഒരു 1000 ബാത്ത് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിക്കാണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എവിടെയോ 2 സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2000 ബാത്ത് മിസ്സായിരിക്കുകയാണ് ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ കയ്യിൽ പൈസ ഇല്ല. എന്താ കാര്യമെന്ന് നോക്കിയപ്പോൾ പിന്നീടാണ് മനസ്സിലായി എവിടെയോ മിസ്സായി. അതെവിടെയാണെന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 1000 ബാത്ത് മിക്കവാറും ഈ ലേഡിയുടെ കയ്യിലായിരിക്കും പോയിട്ടുള്ളത്. ലേഡിയല്ല, ട്രാൻസ്ജെൻഡർ ലേഡിയുടെ കയ്യിലായിരിക്കും പോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഷോ എല്ലാം കഴിഞ്ഞ് ഹോട്ടലെത്തിയിട്ടുണ്ട്. നീ റെഡി കള്ളി അവിടെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കാം. ഇപ്പോൾ പോവാം, ഞാൻ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത്. ഇനി ഫുഡൂടെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് റൂമിലേക്ക് പോവാം. ഏതാ ഉച്ചയ്ക്ക് കഴിച്ച ആ ഹോട്ടലേന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് കഴിച്ച അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ എപ്പോഴും കയറിയിട്ടുണ്ട്. ഉച്ചത്തെ ലഞ്ച് നല്ലതായിരുന്നു കേട്ടോ. ഇവിടുത്തെ തായ് ഫുഡാണ് ഞങ്ങൾ ലഞ്ചായിട്ട് കഴിച്ചത്. ഇതൊരു തായ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വന്നിട്ട് മെനു കാർഡെല്ലാം നോക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഫ്രണ്ടിൽ ഷവർമ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നായ നടുകടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുമെന്ന് പറയുന്ന പോലെ ഈ തായ്ലൻഡിൽ വന്നിട്ട് തായ് ഡിഷസ് ട്രൈ ചെയ്യാണ്ട് ഞാൻ ഫ്രൈഡ് റൈസും ഷവർമയൊക്കെ കേട്ടോ ട്രൈ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, എങ്കിലും ഞാൻ കുറേശ്ശെ തായ് ഫുഡൊക്കെ ട്രൈ ചെയ്തു. അവരുടെ സ്പെഷ്യൽ സാലഡ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. സ്റ്റീക്ക് ഓർഡർ ചെയ്തു. ഷവർമ, എവിടെ പോലും ഷവർമ എന്താണ് ഇവിടുത്തെ ഷവർമ ഒന്ന് കഴിച്ചു നോക്കാം. ഷവർമ, സാലഡ്, ഗാർലിക് ബ്രെഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്തു. അച്ഛൻ ഈ ചിക്കനൊന്നും പിടിക്കത്തില്ല കേട്ടോ. സാധാരണ നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ അച്ഛൻ ഒരുമാതിരി ടേസ്റ്റുള്ളതൊന്നും പിടിക്കത്തില്ല. വെള്ള കളറിലിരിക്കുന്നു, വറുത്തെടുത്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛന് ഭയങ്കര ഇതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛന് വേണ്ടാന്ന് പറഞ്ഞു. അച്ഛന് വെജ് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അച്ഛന് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഗാർലിക് ബ്രെഡും പിന്നെന്താണ് അതൊക്കെ അച്ഛന് ഇഷ്ടമാണ് കേട്ടോ. ഗാർലിക് ബ്രെഡ്, പിന്നെ കുറച്ച് സാലഡ്സ്, പപ്പായ. ഇവിടുത്തെ തായ് സ്പെഷ്യൽ ഒരു സാലഡാണ് പപ്പായ സാലഡ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു പപ്പായ സാലഡ് ഓർഡർ ചെയ്തു. പിന്നെ ഏട്ടന് സ്റ്റീക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ബീഫ് സ്റ്റീക്ക് ഓർഡർ ചെയ്തു. ഞാനും വേദയും കൂടി ഒരു ഷവർമ ഓർഡർ ചെയ്തു കേട്ടോ. അയ്യോ, ഷവർമ ദാരിദ്ര്യമായിരുന്നു. ഒരു റൊമാലി റൊട്ടിയും, അത് പപ്പടം പോലെ ഇരുന്നിട്ട് റൊമാലി റൊട്ടിയും, പിന്നെ മയണൈസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഷവർമ 1.5 ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമയുടെ 7 അയൽപക്കത്ത് എത്തത്തില്ല. പക്ഷേ ഇവരുടെ തായ് ഫുഡ്സ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് പറയാതെ എടുത്ത് തന്നെ പറയണം. മറ്റുള്ള ഫുഡിനെ പറ്റിയൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. തായ് ഫുഡ്സ് സൂപ്പറാണ്. അമ്മ ഒരു പാസ്ത എന്തോ ഓർഡർ ചെയ്തു, അതും ദാരിദ്ര്യമായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഒരു മഷ്റൂം സൂപ്പ് ഓർഡർ ചെയ്തു, നല്ലതായിരുന്നു. സ്റ്റീക്കും നല്ലതായിരുന്നു കേട്ടോ. പിന്നെന്താ ഓർഡർ ചെയ്തത്, പിന്നെ എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കുറച്ച് കാഷ്നട്ട് ഓർഡർ ചെയ്തായിരുന്നു. കാഷ്നട്ട് എന്ന് പറഞ്ഞാൽ സാധാ നോർമൽ ഫ്രൈഡ് കാഷ്നട്ട്, അത് ഓർഡർ ചെയ്തു. ഇത്രയൊക്കെ സാധനം തന്നെ കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. അവരുടെ ഫുഡിൽ കൂടുതലും വെജീസാണ് കൂടുതലും വരുന്നത്. പോർഷൻ ഒരു ഹാഫ് പോർഷൻ വെജീസും ബാക്കിയായിരിക്കും നോൺ വെജ് വരുന്നത്. നമ്മളിപ്പോൾ നോൺ വെജാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ. പിന്നെ നോൺ വെജാണ് കൂടുതലും ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, റൊമാലി റൊട്ടി പപ്പടം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ ചിക്കനും അതിനോടൊപ്പം നിറയെ ക്യാരറ്റും ക്യൂക്കുംബറും പിന്നെ മയണൈസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ബട്ട് അവരുടെ തായ് സ്പെഷ്യൽ പപ്പായ, ഗാർലിക് ബ്രെഡ്, സ്റ്റീക്ക്
ഒക്കെ നല്ലതായിരുന്നു. നമ്മുടെ പാസ്ത കൊള്ളത്തില്ലായിരുന്നു. മഷ്റൂം സൂപ്പ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ, അതൊക്കെ നല്ലതായിരുന്നു. ദെൻ ഇതെന്ത് സാധനമാണ്, പിന്നെ ഒരു ഓംലെറ്റ് ഓർഡർ ചെയ്തു. യെസ്, ഇതാണ് കേട്ടോ പപ്പായ സാലഡ്. പപ്പായസ് ഉണ്ടാവും, ക്യൂക്കുംബർ ഉണ്ടാവും, പിന്നെ അവരുടെ ഒരു സോൾട്ട് ആൻഡ് ചില്ലി സോസ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതാണ് നമ്മുടെ സോസേജിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഉച്ചയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സോസാണ് നമുക്ക് ആ ടേസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു പുളിയും ഒരു എരിവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സോസ്. പ്രത്യേകത സ്പൈസിയാണ്, ഭയങ്കര സോറുമാണ്. രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ. പപ്പായൊരു സ്വീറ്റ്നെസ്സും എല്ലാം ചേർന്നിട്ട് കൊള്ളാം. അതുപോലെ ഏട്ടൻ്റെ സ്റ്റീക്കും ഒക്കെ നല്ലതായിരുന്നു. അതുപോലെ ഈ കടയിൽ അവരുടെ സർവീസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. നല്ല സ്നേഹമുള്ള കുറേ ആൾക്കാർ. അവിടെ ഒരു ബട്ടൺ പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. നമുക്ക് അവരപ്പുറമാണ് നിൽപ്പുള്ളത്. ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ നമ്മളെ ടേബിളിൽ വരും, ആവശ്യം ചോദിക്കും, എല്ലാ കാര്യം ചോദിക്കുന്നതൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്തതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലേ. ആൻഡ് ഫൈനലി ഫ്രൈഡ് പാസ്ത മാക്രോണി. ഓക്കെ, താങ്ക് യു. ചൂടായിരിക്കും. ഫുഡെല്ലാം കൊള്ളാം, പക്ഷെ എനിക്ക് പാസ്ത അത്ര ഇഷ്ടമായില്ല. സൂപ്പൊന്ന് കുടിച്ച് നോക്കാറ്. അച്ഛി സൂപ്പ് കുടിച്ചുകൊണ്ട് മാറുന്നതിന് മുമ്പേ സൂപ്പും കുഴപ്പമില്ല. കുരുമുളക് ബില്ല് വന്നു വിത്ത് മെൻഡോസ്. 5 മെൻഡോസും വെച്ച് തന്നു കേട്ടോ, നല്ല കാര്യം. ഇതിന് ഫുഡ് കഴിച്ചു. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നേരെ റൂമിൽ വന്നു. ഇനി ഒരു ഉറക്കം. കുറേ ഇനി നാളെ രാവിലെ കാണാം. ബൈ.